പള്ളിപ്പുറം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷൻ 10ാമത് വാർഷികാഘോഷം നടന്നു. ഫാദർ ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സേവി താണിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, സിപി പള്ളിപ്പുറം ഫ്രാഗ് പ്രസിഡന്റ് VP സാബു, അപ്പെക്സ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി KG ജോളി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും സമ്മാനം വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച നവനീത് TS, ബെൻസി ബെനഡിക്ട്, അമൃത അലക്സ്, ലെനിൻ പുത്തൻവീട്ടിൽ, ആൽവിൻ ജിഷ്, ജോസഫ് ബെനറ്റ് എന്നിവരെ ആദരിച്ചു. ആകർഷകമായ നല്ല സമ്മാനങ്ങളുള്ള ഏറ്റവും തമാശയുള്ള നല്ലൊരു മത്സരമാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ പവറും ഓർമ്മയുടെ ശക്തിയുമെല്ലാം തെളിയിക്കുന്ന ഒരു നല്ലൊരു മത്സരമാണ് മെമ്മറി ടെസ്റ്റ്. ഇവിടെ അകത്ത് മത്സരാർത്ഥികൾ ആരും കയറരുത്. അകത്ത് നഴ്സറി സ്കൂളിൽ ഒരു ടേബിളിൽ കുറേ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് പോകാനായിട്ട്, പാസ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പേനയും പേപ്പറും തരും. കണ്ട വസ്തുക്കളെല്ലാം ആ പേപ്പറിലും പേനയിലും എഴുതുക. എല്ലാ വസ്തുക്കളും എഴുതുക. ഏറ്റവും കൂടുതൽ കണ്ട വസ്തുക്കൾ എഴുതുന്ന ആള് ഫസ്റ്റ് കേട്ടോ എന്ന് പറയുന്നു. സൂപ്പർ സീനിയറിലെ 55 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന മനോഹരമായ മത്സരത്തിലേക്ക് പോകുന്നു. രസകരമായ മത്സരം, നമ്മുടെ ചെറുപ്രായത്തിലേക്ക് പോകാൻ കഴിയുന്ന മനോഹരമായ മത്സരം. ഏറ്റവും ചെറിയ പ്രായം എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കാണുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ പറയുന്നു. എഴുതാം. ഞാൻ ചേട്ടനും ഇതിന്റെ ഭാരവാഹികളും ഉടനെ ഗ്രൂപ്പ്സിന്റെ വീടിന്റെ പരിസരത്തൊക്കെ ചെന്ന് ഉടൻ തന്നെ അത് റാൽസിലേക്ക് വന്നപ്പോൾ ഒരു മടിയും കൂടാതെ പെട്ടെന്ന് വന്ന് ഞങ്ങളോടൊപ്പം നിന്ന്, അദ്ദേഹം ചേട്ടനോടൊപ്പം നിന്ന് ആ പ്രവർത്തനത്തിന് അവിടെ വെള്ളം എത്തിക്കാനുള്ള ശ്രമം. അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, നിരന്തരമായ ഗ്രാമത്തിന്റെ വികസനവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഡയറിയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു, നവനീത് സാറിനെ ഞങ്ങൾ ആദരിക്കുകയാണ്, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നവനീത് സാറിനെയും ബെന്നി സാറിനെയും ഏവരെയും ആദരവിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുകൊണ്ടാണ് ഇന്ന്. ഞാൻ 2 പ്രാവശ്യം ചെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എത്തിയിരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നോട്ടീസ് പോലും കൊടുക്കാൻ, ഇൻവിറ്റേഷൻ പോലും കൊടുക്കാൻ പല പ്രാവശ്യം ചെന്നിട്ടും കാണാതെ 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ നോട്ടീസ് വേണ്ടി ചെന്നിട്ടും കണ്ടില്ല. ഒടുവിൽ ഇന്നലെ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അച്ഛനത് കൃത്യതയോടുകൂടി ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ശ്രീമതി രമണി അജയൻ, ശ്രീ സിപി പള്ളിപ്പുറം സാർ, ശ്രീ അലക്സാണ്ടർ ലാർസൻ, ശ്രീ KG ജോളി, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ അലക്സ് കാളുപാട്, മറ്റ് വേദിയിലെ സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദ്യമേ തന്നെ അയക്കോട്ട റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവേശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യന്റെ ജീവിതം എപ്പോഴും അതിജീവനങ്ങളുടെ കഥയാണ് പറയുക. 2004 സുനാമി എന്നൊരു സംഭവം വന്നു. അന്നുവരെ സുനാമി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് സുനാമി എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും അതെന്താണെന്ന് അറിയാം. പിന്നീട് കോവിഡ് വന്നു. കോവിഡ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതൊരു പുതിയ പദമാണ്. ഈ കോവിഡ് കാലത്ത് ഒത്തിരിയേറെ പുതിയ പദങ്ങൾ നമ്മൾ പഠിച്ചു. ക്വാറന്റൈൻ തുടങ്ങി അനേകം പദങ്ങൾ നമ്മൾ പഠിച്ചു. ഈ സുനാമിയും കോവിഡും ഒക്കെ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ്, എന്തുമാത്രം ജീവനെയാണ്, ഉപകാരവുമില്ല. അപ്പോൾ ഗുരു ശിഷ്യന്മാരെ തിരുത്തുകയാണ്, ഒരിക്കലും ഒരു മരവും പാഴ്മരമെന്ന് നിങ്ങൾ വിളിക്കരുത്. ആ മരത്തിലൂടെ ഈ പ്രകൃതിക്ക് വേണ്ടുന്ന ധാരാളം വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മരം അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും ആരും തന്നെ പാഴ്മരങ്ങളല്ല എന്ന വലിയൊരു ചിന്തയിലേക്ക് ബുദ്ധൻ തന്റെ ശിഷ്യന്മാരെ ഉണർത്തുകയാണ്. സീമൻസിന്റെ ഒരു കഥയിൽ പ്രകാരം ഒരു കഥയുണ്ട്, വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് എ ട്രീ. ആ കഥയിൽ പ്രകാരം ഒരു ചോദ്യമുണ്ട്, വാട്ട് ഇസ് ദ പ്രൈസ് മദർ ട്രീ എന്ന കഥയാണ്. അതിൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്, വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് എ ട്രീ. ഒരു മരത്തിന്റെ വില എന്താണ്? പലപ്പോഴും നമ്മൾ മരത്തിന്റെ വിലയിടുന്നത് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അവർ പറയുന്ന ഉത്തരം ഇതാണ്, ദ പ്രൈസ് ഓഫ് എ ട്രീ ഈസ് എ ഫോറസ്റ്റ്. ഒരു മരത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അതൊരു വനമാണ്. ഇപ്രകാരം ഉയർന്ന ചിന്തയിലേക്ക് ഉയരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഇതുപോലെയുള്ള ദൈവമാതാവിന്റെ വരദാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉയർന്ന് ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി അയക്കോട്ട റെസിഡൻസ് അസോസിയേഷൻ. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ വൈപ്പിൻ കരയുടെ തലപ്പൊക്കം താങ്ങി നിൽക്കുന്ന പ്രഗത്ഭരും പ്രതിപാദനരുമായ വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മ അയക്കോട്ട. അതുപോലെ തന്നെ കുട്ടിക്കാലം മുതലേ കൂട്ടായ്മയുടെ ബാലപാഠങ്ങൾ മനസ്സിന്റെ മാർത്താണ്ഡ മണ്ഡലത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നേരിടുവാൻ കരുത്താർജിച്ച ഒരു അയൽക്കൂട്ടം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷൻ. അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഈ ശക്തമായ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനും അതിനേക്കാളെല്ലാം ഉപരിയായി പഞ്ചായത്ത് അപേക്ഷയുടെ പ്രസിഡന്റും കൂടാതെ ഫ്രാഗിന്റെ ട്രഷററുമായ ശ്രീ സേവി താണിപ്പള്ളി, കൂടാതെ ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നരകുല മഹിമയിൽ ഉന്നത നിരയിൽ വാദ്യായൂഥങ്ങൾ അവരുടെ നിരയിൽ മിന്നിത്തിളങ്ങും സിപ്പി പള്ളിപ്പോഷ്, നമ്മുടെ വൈപ്പിൻകരയുടെ സ്വകാര്യ അഹങ്കാരം, കൂടാതെ നമ്മുടെ അപെക്സിന്റെ ശ്രീ ജോളി, സ്വാഗതമോദിയ അലക്സ്, അതുപോലെ തന്നെ വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ, ജെയ്സൺ കുറുപ്പശ്ശേരി, ജോൺ ഭക്തൻ, കൂടാതെ ഞാൻ വളരെയധികം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കടപ്പെട്ടിരിക്കുന്ന അയക്കോട്ട റെസിഡൻസ് അസോസിയേഷനുകളിലെ മുഴുവൻ അംഗങ്ങളെ, പുതിയ കക്ഷിയുടെ സുഹൃത്തുക്കളെ, ഒരു വൻ ചണ്ടമേളം കഴിഞ്ഞ പൂരത്തട്ടിൽ കാതൊപ്പിക്കാനാമോ മറ്റൊരു ദുഃഖിന്താമെന്ന അവസ്ഥയിലാണ്. കാരണം വളരെ മനോഹരമായ ഈശ്വര ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രാർത്ഥനാഗീതം, ശേഷം അലക്സിന്റെ ഹോസ്പിറ്റാലിറ്റിയിൽ നിറഞ്ഞ ഒരു സ്വാഗത ജപമാല, കരുതലും ഹൃദയവിശാലതയും മുഖമുദ്രയാക്കിയ അധ്യക്ഷ പ്രസംഗം, അതിനുശേഷം കേവലം 18ഓളം പട്ടണങ്ങൾ അൽപ്പും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഗോസി ബസൂറിന്റെ നഗരപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമര പരമ്പരയ്ക്ക് തന്നെ രൂപം നൽകിയത്, അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഗോസി ജംഗ്ഷനിൽ വെച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ സിപ്പി മാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഈ സജീവ സഹകരണത്തിന് ഫ്രാഗിനോടുള്ള അല്ലെങ്കിൽ ഫ്രാഗിന് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയാം. പ്രഭാഷണം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തുക്കളെ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന പ്രതിഭാധന്യരായ സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, 10 വർഷം മുമ്പാണ് നമ്മൾ ഇവിടെയല്ല അപ്പുറമുള്ള ആ UP സ്കൂളിന്റെ പഴയ ഹാളിൽ ഒരുമിച്ച് ചേർന്ന് അയക്കോട്ട റെസിഡൻസ് അസോസിയേഷന്റെ തുടക്കം കുറിച്ചു. പലരും ഓർക്കുന്നുണ്ടാവും, 10 വർഷമേ ആയുള്ളൂ. ആ 10 വർഷം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. ആ 10 വർഷത്തിന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തത് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, ഡോക്ടർ VP ഗംഗാധരൻ.
VP ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ്. അത് ഞങ്ങളുടെ എല്ലാം ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അന്ന് അദ്ദേഹം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടമൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ച് വൈപ്പിൻകര ഈ ക്യാൻസറിന്റെ പിടിയിലാണെന്നുള്ള അറിവ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഉപദേശങ്ങൾ തരാൻ അദ്ദേഹം വരണം. അതിനിടയിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ആദ്യത്തെ കൊടുത്തിക്കണം എന്നത് നമ്മുടെ ആഗ്രഹമായിരുന്നു. ഞങ്ങളെല്ലാം പോയി കണ്ട് വളരെ സംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. 1-2 മണിക്കൂറുകൾ അദ്ദേഹം നമുക്ക് വേണ്ടി വിനിയോഗിച്ചു, സംസാരിച്ചു, സ്ലൈഡൊക്കെ കാണിച്ച് ക്യാൻസറിന്റെ ആ ദുരിതം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചനം നേടുന്നതിന്റെ വശങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് പിന്നീട് നമ്മൾ പോകുന്നത്. നന്നായിട്ട് തന്നെയാണ്. 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ, വെറുതെ 10 കൊല്ലമല്ല, അതിനിടയിലാണ് നമ്മൾ പിടികൂടാനുള്ള പലരും വന്നത്. 2015 നമ്മൾ തുടങ്ങിയത്. 2018 ആയപ്പോഴേക്കും പ്രളയം വന്നു നമ്മളിങ്ങനെ കശക്കേറിയിട്ട് പോയി. ആ അവസരത്തിലും നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് നമ്മുടെ ആളുകൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയും അതൊക്കെ അന്ന് ചെയ്തു. എല്ലാവരെയും ഉദ്ദേശിച്ച പോലത്തെ വീട്ടിലൊക്കെ പോയി അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയിലൊക്കെ ആവശ്യമായ സഹായം നൽകാൻ നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ചേന്നമംഗലം എളത്തിക്കര ഭാഗത്തൊക്കെ പല സാധനങ്ങളും എത്തിക്കാൻ വഞ്ചിയിൽ സാധാരണ നാടൻ വള്ളങ്ങളിൽ കയറിയാണ് അവർ പോയത്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് അവർ അതൊക്കെ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെ ഈ 10 കൊല്ലത്തിനുള്ളിൽ നല്ല കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കോവിഡ് കാലത്ത് നമുക്ക് അധികം ഇറങ്ങി നടക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടന്നില്ല. എങ്കിലും കഴിയുന്ന സഹായങ്ങളൊക്കെ, അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ നമ്മൾ കുടുംബങ്ങൾക്ക് അന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ബോധ്യമാണ്. അപ്പൊ 10 കൊല്ലം നല്ല നിലയിൽ തന്നെ എളിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, വലിയ ബഹളം വെച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല. എളിയ തോതിലാണ് പ്രവർത്തിച്ചിരുന്നത്. 18 പൈസക്കുള്ള വലിയ ബുദ്ധിമുട്ട്, കിട്ടാൻ ബുദ്ധിമുട്ട്. എപ്പോഴും ആളുകളിൽ നിന്ന് ചെന്ന് ചോദിച്ചാൽ അത്ര പണമുള്ള ആളുകളൊന്നും അല്ല ഈ കൂട്ടത്തിലുള്ളത്, സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ അവരോട് എപ്പോഴും ചെന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് നിസ്സാരമായ പലിശയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് തന്നെ നമുക്ക് പിരിഞ്ഞു കിട്ടാൻ പറ്റാത്ത നിലയിലായി. പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമം. അപ്പോഴാണ് ഈ മിടുക്കന്മാരായ നമ്മുടെ കമ്മിറ്റിക്കാർ, സേവി താണിപ്പിള്ളിയുടെ നേതൃത്വത്തിലുള്ള മിടുക്കന്മാരെന്ന് ഞാൻ പറയും. കാരണം ഇത്ര ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നല്ല കൂട്ടായ്മയായിരുന്നു. ഇടയ്ക്ക് അവസാനമായപ്പോൾ ഇത്തിരി തളർച്ച വന്നു. അതാണ് നമ്മുടെ സേവി പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു. കാരണം ഈ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് കാശില്ലാതായപ്പോഴാണ് അതിനൊരു മാർഗം കണ്ടുപിടിക്കാമെന്ന് കരുതി ചെറിയൊരു കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുറി തുടങ്ങി. കുറി വളരെ ഭംഗിയായ രീതിയിലാണ് കുറി പോയത്. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. പേരിന് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും, എങ്കിൽ നന്നായിട്ട് സഹകരിച്ചത് കൊണ്ട് ആ കുറിയൊക്കെ ആളുകൾക്ക് ഉപകാരമായി, റെസിഡൻസ് അസോസിയേഷന് ഉപകാരമായി. അങ്ങനെ നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുള്ള കാശ് അതുവഴി സ്വരൂപിക്കാൻ കഴിഞ്ഞു. വാർഷികാഘോഷമൊക്കെ ചെറിയ തോതിൽ നടത്താനുള്ള രീതികളൊക്കെ അതുപോലെ ഉണ്ടായി. അങ്ങനെ പോയിട്ടാണ് കുറി പെട്ടെന്ന് എങ്ങനെയോ നിലച്ചു പോയി. എന്താണ് കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കുറി കാത്തിരുന്ന ആളുകൾ കുറി എന്താണ് വീണ്ടും തുടങ്ങാത്തതെന്ന് പലരും തമ്മിൽ ചോദിക്കുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോഴാണ് ഞാൻ സേവിയെ വിളിക്കും. എന്താണ് ഒരു സ്വരൂപം കേൾക്കുന്നില്ലല്ലോ? നേരത്തെ കമ്മിറ്റി ഒക്കെ കൂടിയിരുന്ന എല്ലാവരും ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സ്വരം ഞാൻ അവിടെ പോയില്ലെങ്കിലും കൃത്യമായി കേട്ടിരുന്നതാണ്. അതിന്റെ സ്വരമൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? നമ്മുടെ ചക്രം എവിടെയെങ്കിലും കുടുങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ആ കുറി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വലിയ ഗുണം ചെയ്തു. 30,000-വും 10,000-വും ഒക്കെയാണ് സംഖ്യ. അതിനൊന്നും വലിയ വിലയില്ലാത്ത കാലമാണെന്നും അറിയാം. എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
അത് വലിയ ഉപകാരം തന്നെയായിരുന്നു. 10,000 കിട്ടുമ്പോഴുള്ള സന്തോഷം, 30,000 ഒരുമിച്ച് കയ്യിൽ വരുമ്പോഴുള്ള ആനന്ദം അതൊക്കെ വലുതായിരുന്നു. അപ്പൊ അത് വീണ്ടും കുറെ കൂടി ഉയർന്ന രീതിയിലുള്ള കുറികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതുകൂടി ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് എനിക്കുള്ള ചടങ്ങ് സമ്മാനദാനമാണ്. സമ്മാനത്തിന്റെ ഒരു പ്രളയം തന്നെയാണ് ഇവിടെ. ഇന്ന് കുറെ സമ്മാനങ്ങൾ കഴിഞ്ഞു. ഇതിങ്ങനെ നോക്കിയാൽ അറിയാം, നിരനിരയായിട്ട് അട്ടിയായിട്ട് ഇവിടെ സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പെട്ടിയിലാണ്. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ കാണിപ്പള്ളി, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക ആന്റണി കുരിശിംഗലച്ചൻ, അതുപോലെ ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാജൻ ഉൾപ്പെടെ നമ്മുടെ സിപി മാസ്റ്റർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, അതുപോലെ ആയക്കോട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, അതിനേക്കാൾ ഉപരി എൻ്റെ 5ാം വാർഡിൻ്റെ കുടുംബാംഗങ്ങളെ, മിത്രാദികളെ, നമുക്കറിയാം നല്ലൊരു നിമിഷമാണ്. ഞാൻ എന്തായാലും സിപി മാഷ് നിർത്തിയെടുത്തു നിന്ന് തുടങ്ങി വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ മൈതാനത്തിൻ്റെ കേസ് 2016 നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് പുറകുവശമുള്ള മൈതാനം സർക്കാർ ഏറ്റെടുക്കുകയും അതിൽ കെട്ടിടം നിർമ്മിക്കണം, അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ളൊരു ആലോചന. അപ്പോൾ നമുക്ക് ഈ ആകെ ഉണ്ടായിരുന്ന മൈതാനം അതായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും തടയണം. അവിടെ റവന്യൂവിന്റെ ആളുകൾ വന്നു, അളന്നു, സ്ഥലങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതൊക്കെ പോയിക്കോ, ഇവിടെ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നേരെ സിപി മാഷിന്റെ അടുത്തേക്കാണ് വന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. ഞങ്ങളൊരു അപേക്ഷ ഒക്കെ തയ്യാറാക്കി. അപേക്ഷയിൽ മുഴുവനും പൊട്ടത്തെറ്റായിരുന്നു, അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാഷ് നമുക്ക് തിരുത്തി തന്നു. അപ്പോൾ ഞങ്ങളത് എങ്ങനെയെങ്കിലും അവിടെ ആ കെട്ടിടം വരരുത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കളിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അന്നത്തെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അവരാണ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അവര് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റവന്യൂവിന്റെ അധികാരികൾ വന്നപ്പോൾ കമ്മിറ്റിയിൽ ഒരു ഒപ്പിട്ട് കൊടുത്തു. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്തരം ഒരു കെട്ടിടം വരുമെന്ന് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് അവിടെ ഒരു കെട്ടിടം പണിയാനാണെന്നുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഒപ്പുശേഖരം നടത്തി. 1ാമത്തെ ഒപ്പിട്ടത് ഞാൻ, 2ാമത് ഒപ്പിട്ടത് സിപി മാഷാണ്. ഇത് നേരെ പോയത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അടുത്താണ്. അവിടെയാണ് സാധാരണ പോയത്, കളക്ടറേറ്റ്. അവിടെ ആ കേസ് നടന്നു. ഞാൻ ഏകദേശം 50ഓളം വരുന്ന യുവാക്കളും ഉൾപ്പെടെ ഒപ്പിട്ടിരുന്നു. അതിൽ ഞങ്ങൾക്ക് 2 പേർക്കാണ് കത്ത് വന്നത്. എനിക്കും സിപി മാഷ്, സിപി സാറിന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല ആദ്യം. കാരണം ഞങ്ങൾക്ക് വേറെ മാർഗമില്ല കളിക്കാനായിട്ട്, വേറൊരു സ്ഥലമില്ല. ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ അവിടെ ഒരു തീരുമാനമെടുത്തു മജിസ്ട്രേറ്റ്. നിലവിൽ അവിടെ കളിച്ചിരുന്ന സ്ഥലം എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവിടെ കെട്ടിടങ്ങൾ വന്ന് നശിപ്പിച്ചു കളഞ്ഞു സാറേ, ഞങ്ങൾക്ക് ഇനി വേറെ നിർവാഹമില്ല, സ്ഥലമില്ല. അപ്പോൾ ഈ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അവിടെ ആ മൈതാനം തുടങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. അതെ, അന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടുണ്ടായിരുന്നു. മാഷ് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇനി കുട്ടികൾക്ക് കളിക്കാൻ മറ്റു സ്ഥലമില്ല, അതുകൊണ്ട് അതിൽ നടപടി ഉണ്ടാകണം. അങ്ങനെയാണ്, അവിടെ നിന്നാണ് ആദ്യത്തെ തുടക്കം വരുന്നത്. പിന്നെ ഈ കുടുംബത്തിലെ അംഗമായ വിൽട്രോയാണ് 2020 അപേക്ഷ വയ്ക്കുകയുണ്ടായി. അത് കൃത്യമായി എഴുതി അപേക്ഷ വെച്ചു. 2021 1-ാം മാസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ കത്ത് വന്നു. വിൽട്രോയും 108 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒപ്പുകൂടെ ചെയ്ത് കൃത്യമായി ഓർമ്മയാണ്. ആ കമ്മിറ്റി പരിഗണിച്ച് ആ കമ്മിറ്റിയാണ് MLAക്കും അതുപോലെ തന്നെ അതിനുള്ള റെസിഡൻസിന്റെയും രജിസ്റ്ററും കാര്യങ്ങളും അതും വന്നു. അതിന്റെ പുറകെ നടന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാസ്സാക്കുന്ന പേപ്പറുകളെല്ലാം കളക്ടറേറ്റില്, മിനിസ്റ്റർക്ക്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എത്തിച്ചത്. പ്രത്യേകം ആ ഒരു ചെറുപ്പക്കാരന്റെ ഓട്ടത്തിന് ഗുണം കണ്ടു. അദ്ദേഹമാണ് കൂടുതൽ ഓടിയത്. എല്ലാം കമ്മിറ്റി പാസ്സാക്കുന്ന പേപ്പറുകളുമായി പോയത് വിൽട്രോയാണ്. അങ്ങനെയാണ് ആ ഒരു സ്ഥാപനം നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ കൂടെ സഹകരണത്തോടെ ആ ഒരു പ്രയത്നത്തോടുകൂടി
അതുപോലെ രക്ഷകനും സേവിച്ചാലൊക്കെ അത്ര കണ്ട് കൂടി അത് ആവശ്യമാണെന്നുള്ള ഒരു സമരം, അവിടെ ഒരു സമരം അതെ അതിന്റെ ആവശ്യം അതും കൂടെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഇതുകൂടെ നടത്തിയപ്പോൾ നമുക്ക് അതങ്ങനെ റെഡിയായിരിക്കും. എന്നിട്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ദൈർഘ്യമേറിയ ഒരു സമയം നിങ്ങൾ നേരിട്ടതാണ്. എന്നിരുന്നാലും അപ്പൽസ് കൗൺസിൽ നിങ്ങളുടെ അസോസിയേഷനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും മാത്രം വളരെ പെട്ടെന്ന് അത് പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്നു, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വെളിപ്പാറ പഞ്ചായത്തിനകത്ത് ഒട്ടേറെ 50-ൽ പരം അസോസിയേഷനുകളുണ്ട്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് താരതമ്യേന ചെറിയ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള ഇവിടെ റെസിഡൻസ് ഉണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന അസോസിയേഷനുകളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ അയൽക്കോട്ടൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞു കേട്ടില്ലേ? എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും നിങ്ങളുടെ അസോസിയേഷനിൽ കൂടി ഒഴുകി പോകാതെ ഇരിക്കുന്ന ഒരാളും ഈ നാട്ടിലുണ്ടാവില്ല, അല്ലേ? ആരെങ്കിലും തന്നെ ആരെങ്കിലും അവര് നമ്മൾ ചിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സൊന്നും ഇത്തിരായേ രണ്ടാമത്തെ ആൾക്കാരായിട്ട് ചെറായെത്തുമ്പോഴുണ്ടല്ലോ, എന്റെ കടയെത്തുമ്പോഴും ഒരു 10-15 പേരെയും കണ്ട് ചിരിച്ചിട്ടുണ്ടാവും നിങ്ങള്, ഇല്ലേ? അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെന്നാ എനിക്ക് തോന്നണം. ചിരി നമുക്ക് അത്രയും വലിയ അത് നമുക്ക് മറ്റുള്ള ജീവികൾക്കൊന്നും കിട്ടിയിട്ടില്ലതേ, നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. എന്തിനാണ് വഴി കാണുമ്പോ എന്നെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കാൻ എന്തിനാണ് പഠിക്കണം? ഒന്നുമില്ല, നമുക്ക് 10 പൈസ ചെലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനമാണെന്ന് പറയണത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഈ കാണുന്നവരെ കൂടാതെ നമ്മളെല്ലാ ദിവസവും കാണുന്നവരെ നോക്കി ചിരിച്ചാൽ നമുക്കും മറ്റുള്ളവർക്കും അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നിങ്ങളുടെ